സർ, നമസ്കാരം. 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 ഭവിക മംഗളാനന്ദൻ ഒരു മലയാളിയാണ്. UN-ൽ പാകിസ്ഥാനെ കിടുകിട വിറപ്പിച്ച മലയാളി എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യ ഇസ്രായേലിന്റെ ഒരു രീതിയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജയശങ്കർ ചെന്ന് നമ്മുടെ UN-ൽ പറഞ്ഞത്, അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അടിക്കൊരു മയവും കാണില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഭീകരവാദത്തെ വച്ച് പൊറുപ്പിക്കരുത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോ നമ്മുടെ പ്രതിനിധികളാണല്ലോ അവിടെ പാകിസ്ഥാനൊക്കെ മറുപടി കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടുള്ള ഭവിക മംഗളാനന്ദന്റെ മറുപടിയാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ അതിഭീകരമായിട്ട് വൈറലായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഭവിക മംഗളാനന്ദൻ UN പൊതുസഭയുടെ 79ാം സെഷനിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം ഉണ്ടാകുന്നത്. ആ ഒരു പരാമർശത്തിലാണ് പുള്ളിക്കാരി കശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളെ ലക്ഷ്യമിടുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്ന് ഷഹബാസ് ഷെരീഫ് പറയുകയുണ്ടായി. യവന്മാർക്ക് ഇങ്ങനെ ചില ഇടയ്ക്കിടയ്ക്ക് യവന്മാർക്ക് ഇങ്ങനെ ചില ക്രിമിനലുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പാകിസ്ഥാൻ പറയും നമ്മൾ ഇവിടെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ യവന്മാര് പറയും. അപ്പോ അനുച്ഛേദം 370 റദ്ദാക്കിയ നടപടി പിൻവലിക്കണമെന്നും പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതോടുകൂടിയാണ് നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള ഭവിക മംഗളാനന്ദൻ പാകിസ്ഥാന് ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തിയത്. അവര് പറഞ്ഞിരിക്കുന്നത്, അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ അയൽ രാജ്യങ്ങൾക്കെതിരെ പണ്ട് മുതലേ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ഞങ്ങളുടെ പാർലമെന്റ്, സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ, മാർക്കറ്റുകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട്. പട്ടിക ഇതുകൊണ്ട് അവസാനിക്കുന്നുമില്ല. അത്തരമൊരു രാജ്യം ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യത്തിന്റെ അങ്ങേയറ്റമാണ്. ഇതിലും വലിയൊരു മറുപടി പാകിസ്ഥാന് കൊടുക്കാനില്ല. അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുള്ള ഒരു രാജ്യം രാഷ്ട്രീയമായ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് സംസാരിക്കുന്നത് അസാധാരണമാണെന്നാണ് ഭവിക മംഗളാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പ്രദേശം സ്വന്തമാക്കുകയാണ് പാകിസ്ഥാന്റെ ആഗ്രഹമെന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ അവിഭാജ്യഘടമായ ജമ്മു കശ്മീരിലെ തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ പാകിസ്ഥാൻ നിരന്തരം ശ്രമിച്ചു. ജമ്മു കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യവും ഒഴിച്ചുകൂടാനാകാത്ത ഭാഗവുമാണ്. ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരത അനിവാര്യമായ പ്രത്യാഘാതങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് ഭവിക മംഗളാനന്ദൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തു. അപ്പൊ പാകിസ്ഥാൻ പ്രകോപിതമാകാനുള്ള ഒരു കാരണം സാറിന് അറിയാമല്ലോ. നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ UN-ൽ നമ്മുടെ പാക് അധീന കശ്മീർ തിരിച്ചു താടാ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനോട്. ഇതോടുകൂടി പാകിസ്ഥാൻ വരണ്ടു. പണ്ട് നമ്മുടെ ഈ നരേന്ദ്രമോദി 2014 വരുമ്പോൾ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വിചാരിച്ചിരുന്നത് വന്നു കഴിഞ്ഞാൽ ആദ്യം പാകിസ്ഥാനെ മണ്ടയിൽ ഒരു ബോംബ് ഇടുമെന്നാണ്. അങ്ങനെയായിരുന്നല്ലോ പുള്ളിയുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പൊ മൂന്നാമത്തെ ടേം ആയപ്പോ പാക് അധീന കശ്മീർ തനിയെ നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സാർ അറിഞ്ഞല്ലോ, ചൈന അവരുടെ പ്രശ്നങ്ങളെല്ലാം അതിർത്തിയിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞു. അവരുടെ ഇനി അതിർത്തിയിൽ ചൈന അവസാനിപ്പിച്ചില്ല എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തി നിർണ്ണയിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലുള്ള ആ ഒരു തർക്കം മാത്രമാണ് നമുക്ക് അവസാനിക്കാതെ ഉള്ളത്. മോദി റഷ്യയിൽ പോയി. റഷ്യ പോയപ്പോഴേ നമ്മളന്ന് പറഞ്ഞു, അതായത് ഇത് ചൈനയ്ക്കും പാക് അധീന കശ്മീരും പിടിക്കാനുള്ള ഒരു പണിയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഇതാ ഇന്ത്യ ഒഫീഷ്യലായിട്ട് UN-ൽ പറഞ്ഞിരിക്കുകയാണ്, പാക് അധീന കശ്മീർ നമുക്ക് തിരിച്ചു താടായോ. പോരാത്തതിന് ഇനി ഭീകരവാദം കാണിച്ചാൽ അടിക്കൊരു മയവും കാണില്ല, കരയുദ്ധം തന്നെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് കയറി വന്ന് അടിച്ചിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ വലിയൊരു പ്രസ്താവന നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജയശങ്കർ UN-ൽ പോയി പറയുന്നു. ഇന്ത്യ ആദ്യമായിട്ടാണ് ഇത്ര അഗ്രസീവായിട്ട് പ്രസംഗിക്കുന്നത്. അതിനുശേഷം പാകിസ്ഥാൻ മറുപടിയായിട്ട് വന്നപ്പോൾ ഇന്ത്യയുടെ ഒരു മലയാളി യുവതി അതിന് മറുപടി കൊടുത്തിരിക്കുന്നു. പാക് അധീന കശ്മീർ ഉടനെ തന്നെ ഇന്ത്യയുടെ സ്വന്തമാകുമോ? സാറിന് എന്താ തോന്നുന്നത്? പാകിസ്ഥാൻ POK ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയില്ല. അത് നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് ടൂളായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നല്ലാണ്ട് നമുക്കിത് അത് തലവേദനയായി മാറും. എന്താ പറയുക, ഓൾറെഡി കശ്മീരിൽ നമുക്കറിയാം കുറെ ഭീകരവാദികൾ അവിടെ വന്ന് കയറി. ഇപ്പൊ ഈ നസ്രുള്ളയൊക്കെ വന്നപ്പോൾ അവിടെയായിരുന്നു. ഇന്ത്യയിൽ വേറെ എവിടെയും എനിക്ക് തോന്നുന്നു കേരളത്തിലുണ്ടായിരിക്കും, പിന്നെ വേറെ എവിടെയും പ്രൊട്ടസ്റ്റ് ഒന്നും നടന്നില്ല. പക്ഷെ ഹൈദരാബാദ് ചെറുതായിട്ട്, ഹൈദരാബാദ് ഒരു ഷിയ ടൗൺ ആണ്. അവിടുത്തെ പണ്ടത്തെ നിസാമൊക്കെ പേർഷ്യ എന്ന് വന്ന ആൾക്കാരൊക്കെ അവർക്ക് ഷിയക്കാരാണ്. അവിടെ കുറെ ഷിയ പോപ്പുലേഷനാണ്. അപ്പൊ നമ്മൾ പോയി വെറുതെ ഇനി പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ എടുത്തിട്ട് എന്ത് ചെയ്യാൻ? ആ തീവ്രവാദികളും വന്നിപ്പോ നമ്മുടെ ദേശത്തിന് വന്ന് സെറ്റിലായി. നമുക്ക് തലവേദനയും മാറും. നമുക്ക് ആരും ഇല്ലാതെ കാലിയായിട്ട് സ്ഥലം തന്നു കഴിഞ്ഞാൽ ആരും ഇല്ലാണ്ട് നമുക്ക് ഇതാ പിടിച്ചോ ഈ സ്ഥലം മാത്രം എടുത്തു വന്നിട്ട് സന്തോഷമായിട്ട് വാങ്ങുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടുതലുള്ള ആൾക്കാരെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന പത്താൻസോ അല്ലെങ്കിൽ സിന്ധീസിന് എടുക്കാം. പഞ്ചാബികൾ എടുക്കാൻ പറ്റില്ല. പാകിസ്ഥാനി പഞ്ചാബികൾ വല്ലാത്ത ഡേഞ്ചറസ് ആണ്. അവിടുത്തെ ഭരണകൂടം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ മോസ്റ്റ് ആർമിയുടെ ടോപ്പ് എഷ്ലോൺസിൽ ഉള്ള ആൾക്കാരൊക്കെ ഇതുവരെ എല്ലാവരും പാകിസ്ഥാനി പഞ്ചാബികളായിരുന്നു. ഇത് പഞ്ചാബീസ് ഹിന്ദുക്കളാവണമെന്നില്ല, അല്ലെങ്കിൽ സർദാർ ആവണമെന്നില്ല, സിഖ് ആവണമെന്നില്ല.
ഉം, പാകിസ്ഥാനി പഞ്ചാബ് മുസ്ലിം പഞ്ചാബികളാണ് പറയുന്നത്. ഉം. അപ്പൊ നമുക്ക് ഈ പാകിസ്ഥാന്റെ ഈ പറഞ്ഞ മാതിരി വന്ന് ടെറിട്ടറി പോയി എടുക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ മാതിരി നാളെ വെറുതെ വന്ന് തന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ എടുക്കാൻ നമുക്ക് തരാം. പക്ഷെ അവർക്ക് മെയിൻലി പ്രോബ്ലം എന്താ വരുന്നത്, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ആൾക്കാർക്ക് അവർ ലാസ്റ്റ് ഒരു 10 കൊല്ലമായിട്ട് ജമ്മു കാശ്മീർ എസ്പെഷ്യലി ആർട്ടിക്കൽ 370 എടുത്തു കളഞ്ഞപ്പോൾ തൊട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അവർ കാണുന്നുണ്ട്. ഇപ്പോൾ ബാരാമുള്ള വരെ ട്രെയിൻ ഉണ്ട്, ട്രെയിൻ ട്രാക്ക് ഇട്ടിട്ടുണ്ട്. ആർമിക്കും അവർ എക്യുപ്മെന്റ് മൂവ് ചെയ്യാൻ സുഖമായിട്ട് പറ്റും, ഉരി വരെ പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ അവർ കാണുന്നുണ്ട്. അതേമാതിരി അവിടെ ഒരു കിലോ ഈ പറഞ്ഞ മാതിരി ആട്ടയ്ക്ക് എന്താ റേറ്റ്, 1 കിലോ ഉം, പഞ്ചസാരയ്ക്ക് എന്താണ് റേറ്റ്, അത് വെച്ച് അവർ കമ്പയർ നോക്കുമ്പോൾ നമ്മുടെ അവിടെ ഒന്നുമില്ല, റേറ്റ് വളരെ കുറവ്. ഉം, അവരവിടെ ഒരു 1 കിലോ ഉം, ഈ പറഞ്ഞ മാതിരി ഗോതമ്പ് മാവ് വേണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ വേണമെങ്കിൽ അവർ ഇതുണ്ടാക്കണമെങ്കിൽ അത് അവിടെ ഒരു ഉം, 1 കിലോന് 250 റുപ്യക്കാണ് ഗോതമ്പ് പൊടി അവിടെ. ഇവിടെ നമ്മളവിടെ ഉം. അത് സാധനം 40 റുപ്യക്ക് കിട്ടും, 40-50 റുപ്യക്ക് കിട്ടും. അതാണ് അവർ നോക്കുന്നത്, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണ്. പക്ഷെ നമ്മൾ ഈ പക്ഷേ ഭാവിക്കയുടെ കേസ് പറയൂ. ഞാനൊരു കാര്യം സാറിനോട് ചോദിക്കട്ടെ. അതായത് പാക് അധീന കശ്മീർ നമ്മൾ പിടിക്കുന്നില്ല എന്ന് പറയുമ്പോഴും എപ്പോഴും ഇന്ത്യയുടെ ഒരു സുപ്രധാനമായ വിഷയമാണ് പാക് അധീന കശ്മീർ. പിന്നെ ഇന്ത്യ എന്തിനാണ് ഇത് UN ഉന്നയിക്കുന്നത് എന്ന് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പാക് അധീന കശ്മീർ ഇന്ത്യക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ഇന്ത്യക്ക് തലവേദനയാകും എന്നുള്ളത് 100% ഞാൻ സാറിനോട് യോജിക്കുന്നുണ്ട്, സത്യമാണത്. കാരണം ഇപ്പോ പല ആൾക്കാരും ഇവിടെ ഇന്ന് പല സംഖ്യകളും പറയുന്നുണ്ട് പാകിസ്ഥാൻ ഞങ്ങൾ പിടിക്കുമെടാന്ന്. പാകിസ്ഥാൻ പിടിച്ചിട്ട് എന്തോ എടുക്കാനാണ്? പാകിസ്ഥാൻ ഒരു സമയത്ത് പിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയും ഇപ്പൊ പാകിസ്ഥാൻ കിടക്കുന്നത് പോലെ കിടക്കേണ്ടി വന്നേനെ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പേഴ്സണലി. കാരണം അവിടെ ഒരു മതരാജ്യമാണ്, ആ ഒരു മതരാജ്യം ബാധിച്ച് അവർ മതരാജ്യം അവർ പിരിച്ചുകൊണ്ടുപോയി. അതിന് പിറകിൽ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ബ്രിട്ടീഷുകാരുടെ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോ പാകിസ്ഥാൻ ആ ഒരു പ്രദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഡിപ്ലോമാറ്റിക് ആയിട്ടായിരുന്നാലും നമ്മുടെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നാലും. ഇപ്പൊ പാക് അധീന കശ്മീർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതുവഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു ട്രേഡ് റൂട്ട് ഓപ്പൺ ആയി കിട്ടും. നമുക്കൊരു വഖാൻ ഇടനാഴി തുറക്കാനായിട്ട് പറ്റും. നമുക്ക് റഷ്യയിലോട്ടും അസർബൈജാനിലോട്ടും തജിക്കിസ്ഥാനിലോട്ടും ഒക്കെ വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. നമ്മുടെ ട്രേഡ് ഒരുപാട് എളുപ്പമാകും. നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ടൈഅപ്സ്, നമുക്ക് അഫ്ഗാനിസ്ഥാനിലോട്ട് നേരിട്ട് ഒരു ബോർഡർ തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തിനു പറയുന്നു, പാക് അധീന കശ്മീർ നമുക്ക് തുറന്നു കിട്ടിയാൽ പാകിസ്ഥാനെ നമുക്ക് നേരിടാൻ കുറച്ചുകൂടെ എളുപ്പമായ ഒരു സാഹചര്യം നമുക്ക് അവിടെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആക്ച്വലി സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തലവേദനയാണ്. പക്ഷേ അതിനെക്കാട്ടിലും വലിയ പോസിബിലിറ്റീസ് ആണല്ലോ അതിന് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സത്യമല്ലേ അത്? ആണ്, അത് അതിൽ സംശയമില്ല. ബിക്കോസ് നമുക്ക് ആ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീരിലെ ഒരു പാർട്ട് നമുക്ക് പണ്ട് നമ്മുടെ കയ്യിലായിരുന്നു. ഇത് ഉം, നെഹ്റുവിന്റെ ഒരു എന്താ പറയുക ബ്ലണ്ടർ ആയിരുന്നു അത്. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ ഉണ്ടാവാൻ കാരണം ഇവിടെ അക്സൈ ഉം, ചിൻ ചൈനയ്ക്ക് കൊടുത്ത മാതിരി ഉം, പാകിസ്ഥാൻ ആ ഉം. സ്ഥലം നെഹ്റു ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ്. അത് സുഖമായിട്ട് നമുക്ക് ഗിഫ്റ്റ്? തിരിച്ചു പിടിക്കായിരുന്നു. ആ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താം, നെഹ്റു ശരിക്കും ഇതാ അത് പിടിച്ചോ ശരി, എന്നിട്ട് കൊടുത്താണ് ഗിഫ്റ്റ് കൊടുക്കുക ഇയാളെ പാകിസ്ഥാൻ. കുടുംബത്തിന് എന്ന് എടുത്തോണ്ട് വന്ന സ്ഥലമാണോ ഇത്? ഏഹ്? അത് പിന്നെ അക്സൈ ചിൻ എന്താ ചെയ്ത, ലഡാക്കിന്റെ പകുതി പോർഷൻ ചൈനയുടെ കയ്യിലല്ലേ. എന്താ നെഹ്റു അക്സായിച്ചിന് പറഞ്ഞത് കൊടുക്കുമ്പോൾ അവിടെ നെഹ്റു പറഞ്ഞ കാര്യം സാറിന് ഓർമ്മയുണ്ടോ? അത് വെറും തരിശു എന്താ പറഞ്ഞത്? ഭൂമിയാണ്, അത് ചുമ്മാ തരിച്ചടിച്ച് കിടക്കണം, അതുകൊണ്ട് നമുക്ക് ആ സ്ഥലം ആവശ്യമില്ല. ആ തരിശു ഭൂമിയിലാണ് ഇപ്പൊ ചൈന പല കാര്യങ്ങളും ചെയ്ത് ഇന്ത്യക്കെതിരെ റോക്കറ്റ് അയക്കാനുള്ള സംഭവങ്ങൾ. അവിടെ നിന്നാണ് ഇന്ത്യക്കെതിരെ ചൈന റോക്കറ്റ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ. അപ്പൊ ഈ കോൺഗ്രസ്സുകാര് രാഹുൽ ഗാന്ധി ഇപ്പോഴും പറയുന്നത് 5 കിലോമീറ്റർ പാകിസ്ഥാൻ ചൈന ഇങ്ങോട്ട് വന്നു, 5 കിലോമീറ്റർ കയറി വന്നു, നമ്മുടെ സൈന്യം ഒന്നും ചെയ്യില്ല, മോദി ഉം, കിടന്ന് ഉറങ്ങുകയാണെന്നൊക്കെ പറയും. ഉം. നമുക്കത് സൈഡിൽ വെക്കാം. നമുക്കിപ്പോൾ നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് യുണൈറ്റഡ് നേഷന്റെ 79ാമത്തെ ജനറൽ അസംബ്ലിയിൽ യാ. ഭാവിക മംഗൾ ഈ പറഞ്ഞ മാതിരി ഭാവിക്കയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അത് നമ്മൾ യെസ്. വളരെ ഈ പറഞ്ഞ ഒരു മംഗളാനന്ദ ഭാവിക മംഗളാനന്ദ യാ. സ്പീച്ച്. ഭാവിക ഉം. ആക്ച്വലി എളംകുളം കൊച്ചി എന്നാണ് ഒരു അവിടുത്തെ ഒരു അതെ സ്വദേശി. അതെ. ഇന്ത്യയുടെ ഒരു പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ടു ദ യുണൈറ്റഡ് നേഷൻസ് പറയും. ആള് യെസ്. IIT എന്നാണ് MTech ചെയ്തേക്കുന്നത്. ഉം, എൻവയറമെന്റൽ സ്റ്റഡീസിലാണ് ആൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. ഈ പറഞ്ഞ ഒരു ഇന്ത്യയുടെ ഇപ്പോൾ സെക്കൻഡ് സെക്രട്ടറി ആയിരുന്നു, ബെലാറൂസിലുണ്ടായിരുന്നു ഉം, ഇതിനു മുമ്പ്. UPSCയിൽ 2015 കയറി കിട്ടിയത്. അത് 3ാമത്തെ അറ്റംപ്റ്റിൽ കിട്ടി. റാങ്ക് ഉം, 249 വേണമെങ്കിൽ IS കിട്ടിയേനെ. പക്ഷെ ഉം, ആള് ഡിസൈഡ് ചെയ്തു വേണ്ട, ഇതിന് പകരം ഞാനൊരു ഡിപ്ലോമാറ്റ് ആവാന്ന് വെച്ചാൽ ഫോറിൻ സർവീസിൽ ഉം, കയറി ഭാവിക്കാം. അങ്ങനെയാണ് അവസാനം ഇപ്പോൾ UN-ലെത്തി. ഈ പറഞ്ഞ മാതിരി സ്പീച്ച് ഞാൻ ഇന്നലെ ധനുഷെ പാകിസ്ഥാനിലെ ഉം, കുറച്ച് കമർ ചീമ എന്ന് പറഞ്ഞൊരു പാർട്ടി, പാകിസ്ഥാൻ നല്ല ഫേമസ് യൂട്യൂബറാണ് ആള്. അവിടെ ഉം, കുറേ ഉം, പ്രോ ഇന്ത്യ ലൈൻ എടുക്കുക, അർണബിന്റെ ഡിബേറ്റിലൊക്കെ വരും ചിലപ്പോൾ. ഉം, അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം ഇതാണ്, ഉം, എന്താണ് പാകിസ്ഥാൻ ഒരു സ്ത്രീ വന്ന് ഈ ഷബാസ് ഷെരീഫിനെ ശരിക്കും ഇട്ടിട്ട് അവിടെ കുടഞ്ഞു എന്നാ പറയുന്നത്. അവർക്കൊരു വിഷമം ഉം, പാകിസ്ഥാനിക്കാർക്ക്. ഹേയ്, ഇത് വേറൊരു മെയിൽ ആണെങ്കിൽ അല്ലെങ്കിൽ ആണാണെങ്കിൽ കുഴപ്പമില്ല, ഒരു സ്ത്രീ വന്നിട്ട്
ഷബാസ് ഷെരീഫിനെ കൊടുത്തത്. എന്താണ് പാകിസ്ഥാനിന് UN പണ്ട് മലേഹ ലോധിയൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു, എന്താണ് ഉം, പാകിസ്ഥാനിൽ UN ഒരു ഈ പറഞ്ഞ മാതിരി ആരും ഇല്ലാത്തത്? നമുക്കെന്താ പാകിസ്ഥാനിൽ ഒരു ലേഡി ഡിപ്ലോമാറ്റിന് അവിടെ എത്തിയാൽ എന്താ ആവുക എന്ന് വെച്ചു. ഉം, അപ്പൊ ഉം. അതൊരു വളരെ നല്ല പോയിന്റ്. ബിക്കോസ് ഭാവിക്കയുടെ അത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതൊരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് തന്നെ എഴുതാൻ അതെ. പറ്റില്ല അവർക്ക്. അത് ഉം, ഡൽഹിയിൽ നിന്ന് ഫോറിൻ മിനിസ്ട്രി പറഞ്ഞ മാതിരി ഫോറിൻ മിനിസ്ട്രി സീനിയേഴ്സ് ഈവൻ ഫോറിൻ സെക്രട്ടറി ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്തിട്ട് അവർക്കൊരു ലൈനോ ഉം, ഫുൾ സ്റ്റോപ്പ് പോലും അതിന് മാറ്റാൻ പറ്റില്ല. അതാ അതാണ്. അപ്പൊ അവര് റിപ്ലൈ ചെയ്തത് സ്വന്തം റിപ്ലൈ അല്ല, പക്ഷെ ഈ ഉം. പറഞ്ഞ മാതിരി അത് ഡെലിവറി ചെയ്യണത് എങ്ങനെയാണ്? ഒരു കയ്യിലൊരു കടലാസ് കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ അവിടെ അറിയാം, യെസ്. നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ നമ്മുടെ കുറെ MP പോയിട്ട് സ്പീച്ച് കൊടുക്കണം നമ്മൾ ഉം, കേട്ടിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നും ചിലപ്പോൾ. ഉം. ഈ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ക്വാളിറ്റി തന്നെ അവരുടെ അത്രേ ഉള്ളൂ. പക്ഷെ ഭാവിക്കയുടെ ഒരു റിപ്ലൈ ആയിരുന്നു, ആ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള റിപ്ലൈ ആണ്. ഇപ്പൊ എല്ലാ ഇപ്പൊ കുറെ യൂട്യൂബ് ചാനലുകളും ഞാൻ വായിച്ചു നോക്കുന്ന ആർട്ടിക്കിൾസ് ഉണ്ട് ഭാവിക്കെ പറ്റിയിട്ട്. വെരി ഗുഡ് റിപ്ലൈ, നല്ലൊരു ഉം. ഇതായിരുന്നു ഭാവിക്കയുടെ ഒരു ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഐ തിങ്ക് പെൺകുട്ടികൾക്കൊരു ഈ പറഞ്ഞ മാതിരി ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു മോട്ടിവേഷനാണ്. ഉം, ഞങ്ങൾക്കും ഇങ്ങനെ ആയിക്കോട്ടെ, നാളെ ഞാനും പോയി UN പോയി സംസാരിച്ചൂടെ എന്നുള്ളൊരു ഇതുണ്ടാവും. ഉം, അത് നമ്മുടെ ഒരു ഉം, ഈ പറഞ്ഞ ഒരു റൈറ്റ് ടു റിപ്ലൈ ആയിരുന്നു അത് UNGA ഉണ്ടായിരുന്നത്. ഉം, കാരണം ഉം, അതിന് ഉം. ശരിക്കും പാകിസ്ഥാൻ വായ അടച്ചു. ബിക്കോസ് ഷബാസ് ഷെരീഫ് പോയി പറഞ്ഞ് എന്താ പറഞ്ഞത്? ഓ, ഇത് പാകിസ്ഥാന്റെ ജമ്മു കാശ്മീർ ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ഉം, പാലസ്റ്റൈൻ. ഉം, ഉം. പാലസ്റ്റൈൻ്റെ മാതിരിയാണ്, പാലസ്റ്റൈൻ്റെ ഒരു പ്രദേശം മാതിരിയാണ് ജമ്മു കാശ്മീർ. പക്ഷെ ഷബാസ് ഉം. ഷെരീഫിന് എന്ത് വേണമെങ്കിൽ പറയാം, അവിടെ അതെ. മുസ്ലിംസിനെ പീഡിപ്പിക്കുന്നു ധനുഷ് പറഞ്ഞ മാതിരി അത് ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഒരു ഡിപ്ലോമാറ്റ് റിപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ഇമ്പാക്ട് വേറെ തന്നെയാണ്. അത് നമ്മുടെ ഉം. ജയശങ്കറിന്റെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും ചിലപ്പോൾ. ജയശങ്കറിന്റെ ഒരു അതേ ഡിപ്ലോമാറ്റിക് ലൈനിൽ വന്ന ആളാണല്ലോ ജയശങ്കർ. ഒരു കരിയർ പൊളിറ്റീഷ്യൻ അല്ല, IFS കയറി വന്ന അതെ, ആളാണ്. അതെ, 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 ആ അതെ. അവര് വർത്തമാനം പറയുമ്പോൾ ഓരോ വാക്ക് ഇങ്ങനെ ആലോചിച്ച് മെഷർ ചെയ്തിട്ട് വർത്തമാനം പറയും. ജയശങ്കറൊക്കെ ഉം, ചിലപ്പോൾ ഉം, ഓഫ് ദ കഫാണ്, ഈ പ്രിപ്പയർഡ് ഉം, സ്റ്റേറ്റ്മെന്റ് അല്ല വായിക്കുക. അപ്പൊ പറയുമ്പോൾ നമ്മൾ ഒരിക്കൽ പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് ഉം, ഉം, നമ്മുടെ പൊളിറ്റീഷ്യൻസ് പഠിക്കേണ്ടത്, ഈ ജയശങ്കറുമായിട്ടുള്ള ഉം, ആൾക്കാർ. അതേമാതിരി ജയശങ്കർ പഠിച്ചു വരുന്ന ആൾക്കാരാണ് ഭാവിക്കൊക്കെ. ഒരു കാലത്ത് ഉം, ഈ പറഞ്ഞവർ ഇനി സീനിയർ ആയി പോകുമ്പോൾ ഇപ്പോൾ ആകെ എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്? 9 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഉം, ഉം, ഇനി ഉം, ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി നാളെ ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആയിരിക്കും MEA മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ നമ്മൾ കാണാറുണ്ട്. കുറെ അതിന് സൂപ്പർ ഉം, സ്റ്റാർസ് കുറെ പേര് കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഉം. നമ്മുടെ ഇതിലൊരു റിപ്ലൈ കൊടുക്കുമ്പോൾ UNGA അല്ല ഒരു ഒരു പൊളിറ്റിക്കൽ ബോഡി, ഞാൻ പറയും യുണൈറ്റഡ് നേഷൻസ് ഒരു പണിയില്ലാത്ത സ്ഥലമായിരിക്കും. അവിടെ വെറും ഒരു ഡിബേറ്റിംഗ് സൊസൈറ്റിയാണ്. അവരൊരു 100 റെസൊല്യൂഷൻ ഇസ്രായേലിന്റെ നേരെ പാസ് ചെയ്യും. പക്ഷെ ഇസ്രായേൽ പോയി ഉം. പണി നോക്കണം. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പണി. അപ്പൊ ഈ പറഞ്ഞ ഉം. ഷബാസ് ഷെരീഫ് മാത്രമല്ല, ഇതിനു മുമ്പ് നവാസ് ഷെരീഫ് ഉണ്ടായിട്ടും അതിനുമുമ്പുള്ള ലീഡർമാരൊക്കെ വന്നിട്ട് പാകിസ്ഥാനിൽ ബെനസീർ ഉം. ഭുട്ടോ ആയിട്ട് ഇവരൊക്കെ വന്ന്, ഈവൻ ബിലാവൽ ഭുട്ടോ വന്നിട്ടും ഇവരൊക്കെ UN കയറിയിട്ട് എപ്പോൾ കണ്ടാൽ ഇവർക്കൊരു സബ്ജക്റ്റേ ഉള്ളൂ, കശ്മീർ കശ്മീർ കശ്മീർ. നിങ്ങളുടെ കയ്യിലുള്ള കശ്മീർ ആദ്യം നേരെയാക്കപ്പ, എന്നിട്ട് നമ്മുടെ കാര്യം നോക്കാം. നിങ്ങളുടെ പാകിസ്ഥാൻ നോക്ക്, നിങ്ങളുടെ പാകിസ്ഥാന്റെ എക്കോണമി നോക്ക്. $6 ബില്യൺ വേണ്ടി തെണ്ടാണ് പാകിസ്ഥാൻ റോട്ടിൽ കിടന്നത്. IMFന്റെ അടുത്തും വേൾഡ് ബാങ്കിന്റെ അടുത്തും. ഇന്നലെ പാകിസ്ഥാൻ ഒറ്റയടിക്ക് 1,50,000 ഗവൺമെന്റ് എംപ്ലോയീസിനെ പിരിച്ചുവിട്ടു. ഓ. 1,50,000 ഗവൺമെന്റ് ഉം. എംപ്ലോയീസിനെ പിരിച്ചു. ഉം. IMFന്റെ ഒരു കണ്ടീഷനായിരുന്നു, ലോൺ വേണോ 1,50,000 പേരെ പിരിച്ചുവിടുന്നതിന്റെ IMF ഒരു കണ്ടീഷൻ ഇട്ടാണ്. അപ്പൊ നമ്മൾ ഉം. ഇതാണ് ഉം. ഉം. നോക്കണത്. ഈ പറഞ്ഞ മാതിരി ഉം. പാകിസ്ഥാന്റെ കണ്ടീഷൻ വെച്ചിട്ട് ഇവര് UN വന്ന് ഇവർക്ക് പറയാൻ വേറൊന്നുമില്ല. ഉം. മോദി അതിനെപ്പറ്റി നല്ല പറഞ്ഞ പാലസ്റ്റൈനെ ചെയ്യുന്ന മാതിരി, ഇപ്പൊ പാലസ്റ്റൈൻ അടിക്കുന്ന മാതിരി ഇപ്പൊ നമ്മളും അടിക്കണമെന്നാ പറയണത്. അതാണ് അതിന്റെ ഒരു ഉം. ഇൻഫറൻസ്. അതെ, 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 അതെ. കൊടുത്ത് മോദി മാത്രമല്ല, അത് പറയാം. UN ജയശങ്കർ പറഞ്ഞിട്ടുണ്ടല്ലോ, ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്ന സാറേ, നമ്മുടെ രാജ്നാഥ് സിംഗ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് ഒരു അനുനയ പ്രസ്താവനയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഒരു ഒരു ബിഗ് വൺ ടൈം ഓഫറാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, he said if there had been a better relationship we would have given more money to Pakistan than what they have begged from the IMF. Modi gave rupees 90,000 crore, 10.74 billion to Jammu Kashmir. The amount is much bigger than what Pakistan was seeking from the IMF. ഇതാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഇനി കളിയാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. കേട്ടാത്തൊന്നും, നിങ്ങൾ നമ്മളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ രാജ്യം ചോദിച്ചതിന്റെ ഇരട്ടി തുകയാണ് നമ്മൾ ഇവിടെ ചുമ്മാ ജമ്മു കാശ്മീരിൽ കൊണ്ട് പൊടിച്ചു കളയുന്നത്. നമ്മൾ അതാ പറഞ്ഞ അത് നിങ്ങൾക്ക് എടുത്ത് തന്നെ. ആരാ പറഞ്ഞു തന്നെ, മുകേഷ് അംബാനിയുടെ കമ്പനികളുടെ ടോട്ടൽ വാല്യൂ, മാർക്കറ്റ് വാല്യൂ പാകിസ്ഥാന്റെ GDP യെക്കാട്ടും കൂടുതലാണ്.
അതാണ് പാകിസ്ഥാന്റെ കണ്ടീഷൻ. ഈ പറഞ്ഞ അതെ മാതിരി അതെ. അവിടെ കാശ് കഴിക്കാൻ ആട്ടയില്ല, കുടിക്കാൻ വെള്ളമില്ല, അങ്ങനത്തെ കണ്ടീഷൻ വന്നിട്ട് പക്ഷെ ഒരു വർത്താനം കാണുമ്പോൾ ഇപ്പോഴും വലിയ വലിയ വർത്താനം പറയും ഇവരൊക്കെ. എന്നിട്ട് യു ഇതൊന്നും എന്നിലുണ്ട് കശ്മീരിനെ പറ്റി, ഇതൊന്നും പാലസ്റ്റൈനെ ഇല്ലെങ്കിലും പറ്റി. ഭീകരവാദത്തിന് ഒരു കുറവുമില്ല. അതാ പറഞ്ഞേ, അവർക്ക് അതാണ് അവരുടെ മേജർ എക്സ്പോർട്ട് അതാണ്. അത് ജയശങ്കർ പണ്ട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ മേജർ എക്സ്പോർട്ട് ടെററിസം ആണ്. ടെററിസമാണ്. നമ്മളൊക്കെ പറയും നമ്മുടെ കഴിഞ്ഞ ദിവസം സോഫ്റ്റ്വെയർ ആണ്. സാർ അറിഞ്ഞോ, നമ്മുടെ കശ്മീരിലുള്ള കുറച്ച് ആൾക്കാർ പാകിസ്ഥാനോട് ആഭിമുഖ്യം പുലർത്തുന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ നസറുള്ള കൊല്ലപ്പെട്ടപ്പോ കശ്മീരിൽ ഒരു വമ്പൻ പ്രതിഷേധം നടന്നു. GCC രാജ്യങ്ങൾ പോലും പ്രതിഷേധിച്ചിട്ടില്ല. അതായത് ഇവൻ ചത്തതില് GCC രാജ്യങ്ങൾ പോലും വാ തുറന്നിട്ടില്ല. ചാവുന്നെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞു. ഇറാനിലുള്ള ആൾക്കാർ പടക്കം പൊട്ടിച്ചു, സിറിയയിലുള്ള ആൾക്കാർ ആഘോഷിച്ചു, നമ്മുടെ കാനഡയിലുള്ള ഇറാനിയൻ പൗരന്മാര് കേക്ക് മുറിച്ച് ആഘോഷിച്ചു, സ്ത്രീകൾ തുള്ളിച്ചാടുന്നു. അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത്, ഒന്ന് ആലോചിച്ച് നോക്കണം, ജനാധിപത്യപരമായിട്ട് ഇത്രയധികം ഏഹ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഈ പുല്ലനൊക്കെ വേണ്ടി യവന്മാര് പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നു. അപ്പോ വല്ലാത്തൊരു, എനിക്കത് കണ്ടപ്പോ വല്ലാത്തൊരു അമർഷവും ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി. അത് നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രീഡം ഇവര് എന്ത് വൃത്തികേടായിട്ടാണ് ഇവർ അതിനെ മിസ്യൂസ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴേ. അത് കറക്റ്റാണ്. ബിക്കോസ് കശ്മീർ എന്ന് പറഞ്ഞാൽ മേജർ കശ്മീരിൽ ഷിയ ആണ് പോപ്പുലേഷൻ, ഉം. സുന്നികൾ കുറവാണ്. അതെ ഈ പറഞ്ഞ മാതിരി ധനുഷ് പറഞ്ഞ GCC കൺട്രിയിൽ വളരെ കുറച്ച് രാജ്യങ്ങളുള്ളൂ. ഇറാൻ മാത്രമേ ഒരു ഉം. ഷിയ രാജ്യമായിട്ട്, ബാക്കിയെല്ലാം സുന്നികളാണ്. അതെ നമ്മൾ കണ്ടിട്ട് ഹജ്ജിന് പോകുമ്പോൾ മോൾക്ക് ഇറാനിയൻസിനെ കയറ്റില്ല സൗദിക്കാരാണ്. ആദ്യം അവർ ഉം. മാറ്റി നിർത്തും, ആദ്യം അവർ ചെക്ക് ചെയ്യും, ഡബിൾ ചെക്ക് ചെയ്യും, ട്രിപ്പിൾ ചെക്ക് ചെയ്യും. ഇതാണ് അന്നൊരു ദിവസം ഒരു സ്ത്രീ, ഹജ്ജിന് പോയ ഒരു സ്ത്രീ അവിടെ പോയൊരു പാലസ്റ്റൈൻ്റെ ഫ്ലാഗ് കൊണ്ട് അവർ ആ ഹജ്ജ് കാബയുടെ അടുത്ത് വെച്ചിട്ട് അവരുടെ ഫ്ലാഗ് ഓപ്പൺ ചെയ്തപ്പോൾ അങ്ങനെ തന്നെ പോലീസുകാർ സുന്ദരമായിട്ട് പൊക്കി കൊണ്ടുപോയി അവിടുത്തെ. അപ്പൊ ഈ പറഞ്ഞ മാതിരിയാണ് ഇവരൊരു ഒരു ഡെസ്പോട്ടിക് റെജീമാണ്. അപ്പൊ ഈ ഇറാന്റെ ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഹൈദരാബാദ് ഷിയകളുണ്ട്, ഷിയാസ് ഉണ്ട്, ഇതേമാതിരി പാകിസ്ഥാൻ ഷിയ ഉണ്ട്, കുറെ കുറച്ച് പേർ, നോട്ട് മേജർ. ഉം. അതേമാതിരി ജമ്മു കാശ്മീരിലെ കാർഗിലിന്റെ സൈഡിൽ ഷിയാസ് ഉണ്ട്, ഇതേമാതിരി ഇവിടെ വാലിയിലും ഷിയ പോപ്പുലേഷൻ. ഇവർ Yeah. പ്രൊട്ടസ്റ്റ് ചെയ്യും ധനുഷ്. ഇവരിത് മാത്രമല്ല, നമ്മൾ പണ്ട് സദ്ദാം ഉം. ഹുസൈനെ തൂക്കിക്കൊണ്ടുപോയി കേരളത്തിൽ ബന്ദ് പാടിച്ച ആൾക്കാരെ നമ്മളൊക്കെ മറക്കണ്ടാണ്. സദ്ദാം അതെ, ഹുസൈൻ ആലോചിച്ച് നോക്കുക, അവിടെ ഹർത്താല് നടത്തി, തൂക്കിക്കൊണ്ടു ഹർത്താല്. ഹർത്താൽ നടത്തി. അതാ പറഞ്ഞത്. ഇതാണ് നമ്മൾ പറയുന്നത്. എവിടത്തെ സദ്ദാം ഹുസൈനോട് ചോദിച്ചാൽ കേരളം എവിടെയാന്ന് ചോദിക്കുക ആദ്യം, അതാ ചോദിക്കുക. ഇങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് ഇല്ലാത്ത. ആരോന്റെ എവിടെ, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെയാണ്. എവിടെയോ രണ്ട് ഇസ്രായേൽ കയറി ഹമാസിനെ അടിക്കുമ്പോൾ ഇവർ പാലസ്റ്റൈന്റെ കാര്യം പറഞ്ഞു. പാലസ്റ്റൈൻ അതോറിറ്റി വായ തുറക്കണില്ല. ഇവര് നമ്മുടെ നാട്ടിലുള്ള ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പാലസ്റ്റൈൻ അവർ പാലസ്റ്റൈൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് പേര് അറിയുമെന്ന് ചോദിക്കും ധനുഷ്. പാലസ്റ്റൈൻ അതോറിറ്റിയുടെ പ്രൈം മിനിസ്റ്ററുടെ പേര് അറിയുമെന്ന് ചോദിക്കും. അവരാണ് അവിടെ ഭരിക്കുന്നത് ശരിക്കും, പക്ഷെ അവരാണോ ഉം. ഭരിക്കുന്നത്? അല്ല, അവിടെ ഹമാസാണ് ഭരിക്കുന്നത്. അതേമാതിരിയാണ് ലെബനനിലും. 35-33% ക്രിസ്ത്യാനികളാണ്. എവിടെ അവർ ഉം. ഒരാളുടെ പേര് കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ധനുഷ്? എന്നിട്ട് അവിടെ ഉം. എന്താ ഒരു 25-20% ഷിയക്കാരാണ് ഇവരൊക്കെ ഭരിക്കുന്നത്, സുന്നികളെയും ഉം. ക്രിസ്ത്യാനികളെയും. ആലോചിച്ചു. ഒരു സമയത്ത് ലെബനൻ എന്ന് പറഞ്ഞാൽ ഐ മീൻ അറബ് വേൾഡിലെ, GCC വേൾഡ് എന്ന് പറയാൻ പറ്റില്ല, അറബ് വേൾഡിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. മിനി സ്കേർട്ടും കറക്റ്റ്. ബിക്കിനിയും അങ്ങനത്തെ ഒരു ബാറുകളും മൂവി തിയേറ്റേഴ്സുള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ അത് കണ്ട എവിടെ പറ്റി? ഇറാന്റെ ഭാഗത്ത് തന്നെ, ഷാഫ് ഇറാനിലപ്പോൾ ഇറാൻ വാസ് ദ മോസ്റ്റ് മോഡേൺ പ്ലേസ്. അതാണ് ഇന്നലെ ബെഞ്ചമിൻ നെറ്റന്യാഹു, ഞാനത് ട്വീറ്റ് ചെയ്തിരുന്നു, ആദ്യം അവർ ഹമാസിനെ അടിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തു. പിന്നെ ഉം. ലെബനനിൽ കയറിയതപ്പോൾ ഗ്രൗണ്ട് ഇൻവേഷൻ നടക്കേണ്ട മറ്റേ നസ്രല്ലൊക്കെ ഫിനിഷ് ചെയ്ത് അതും ക്ലീൻ ആക്കി തുടങ്ങി. അവിടെ ഉം. ഹൂത്തികളെ കയറി അടിച്ചു. അതിനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉം. ഇനിയുള്ളത് എന്താ? ഇറാൻ. ബിക്കോസ് ഇറാനാണ് ഇതിന്റെ ഗോഡ് ഫാദർ, ടെററിസ്റ്റിന്റെ ഉം. ഗോഡ് ഫാദർ ഇറാനാണ്. അപ്പൊ ഈ ഉം. ഇറാനെ തട്ടണമെങ്കിൽ അവിടെ കയറി അടിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ സപ്പോർട്ട് കിട്ടും ഇസ്രായേലിന്. ഉം. വേണമെങ്കിൽ അവർ പ്ലെയിൻ അവിടെ പാർക്ക് ചെയ്തോളാൻ പറയും സൗദി ഉം. അറേബ്യയിൽ. ബിക്കോസ് ഇറാൻ അല്ലെങ്കിൽ അവിടുന്ന് പറന്നു വരണം ഇസ്രായേൽ കുറെ ദൂരത്ത്. ഉം. ഇസ്രായേൽ പ്ലെയിൻ അവിടെ പാർക്ക് ചെയ്തോളാൻ പറയും സൗദി അറേബ്യയിൽ. US തിരിച്ചടിക്കും. അതേ സമയത്താണ് ഇറാനിന് ഒരു റെജീം ചേഞ്ച് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ, പീപ്പിൾ ഓഫ് ഇസ്രായേൽ സ്റ്റാൻഡ് വിത്ത് യു. അപ്പൊ ഉം. ആലോചിച്ചു, ഉം. അതിന്റെ ഉം. അർത്ഥം ദാ ഞങ്ങൾ വരുന്നു. ഇവർ 3 പേര് ഒതുക്കി കഴിഞ്ഞു, ഇനി 4ാമത്തെ ഒതുക്കാൻ ഒരാളുണ്ട്. അവരുടെ ഉം. ഇപ്പോഴത്തെ അലി ഖമനിയെ കൊണ്ട് എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവര്. പക്ഷെ അതൊക്കെ ഇസ്രായേൽ ഉം. കണ്ടുപിടിക്കും എവിടെ ആളെന്നുള്ളത്. ഉം. ഇനി അടുത്ത് എന്താ പൊട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഇനി പേജർ പൊട്ടി, വാക്കി ടോക്കി പൊട്ടി, ഹെലികോപ്റ്റർ വീണു, ഇനി വേറെ വല്ലതും ഉണ്ടായെങ്കിൽ ഇറാനില് ഡെഫിനറ്റ് ആയിട്ട് അടുത്ത ഒരു 3-4 മാസത്തിനുള്ളിൽ ഐ തിങ്ക് അവിടെ ഒരു റെജീം ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഉം. അത് ഡെഫിനറ്റ് ആണ്. ബിക്കോസ് ഇവര് ഹൂത്തികളെ അടിച്ചാലും ഹെസ്ബുള്ളെ അടിച്ചാലും ഹമാസിനെ അടിച്ചാലും ഇറാന്റെ കയ്യിൽ അവര് ഈ ക്രൂഡ് ഓയിൽ വിറ്റിട്ടുള്ള കാശ് അവരുടെ കയ്യിലുണ്ട്. അതാണ് അത് ഉം. എന്ന് നിർത്തുമോ?
അന്ന് ഇറാന്റെ ആഫീസ് പൂട്ടും, അന്ന് ഒരു കട കൂട്ടിയിട്ട് വീട്ടിൽ പോകുന്നത്. അതാണ് നടക്കാൻ പോകുന്നത്. അതാണ് ഇന്നലെ ബെഞ്ചമിൻ നെറ്റന്യാഹുവിന്റെ ചെറിയൊരു സ്പീച്ച് ആയിരുന്നു, പക്ഷെ വെരി എഫക്റ്റീവ്. ഡയറക്ട്ലി വേറെ ആരും അഡ്രസ് ചെയ്തില്ല, പീപ്പിൾ ഓഫ് ഇറാനെ അഡ്രസ് ചെയ്തത്. ഇതാ ഞങ്ങൾ വരുന്നു, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ ഞങ്ങൾ തരാം, നിങ്ങളെ മോഡേണൈസ് ആക്കാൻ നിങ്ങളുടെ കൺട്രിയെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ഫ്രീഡം തരാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാന്നുള്ള ഒരു ഫ്രീഡം ഞങ്ങൾ തരാം, ഒരു ഡെമോക്രസി ആക്കി മാറ്റാം ഇറാനെ, തിയോക്രസിക് സ്റ്റേറ്റ് എന്നിട്ട് ക്ലിയർ ആയിട്ട് തിയോക്രസിന്ന് ഡെമോക്രസിക്ക് മൂവ് ചെയ്യാൻ പോവാണ്. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് എന്റെ മനസ്സ് ഇറാനിലെ ആൾക്കാരോടൊപ്പമാണ്, സിവിലിയൻസിനോടൊപ്പമാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഒരു വീഡിയോയിൽ വന്ന് അദ്ദേഹം പറയുകയായിരുന്നു. എക്സ് പ്ലാറ്റ്ഫോം മുഴുവൻ ആ വീഡിയോ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഇപ്പൊ എന്റെ എക്സ് തുറന്നു കഴിഞ്ഞാൽ പോലും എല്ലാവരും ആ വീഡിയോ ആണ് ഇട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാനിലെ ചില സംഘടനകളുണ്ട്, ചില എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള സംഘടനകൾ. ആ സംഘടനകളാണ് ഇപ്പോ ആണവ പ്രോജക്റ്റ് ഒക്കെ പുനരുജ്ജീവിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് ഈ കശ്മീരിലെ അവന്മാർ എന്തിനാണ് കിടന്ന് തുള്ളുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബീഹാറിൽ ഇനിയും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടുകാരന്മാരൊക്കെ അതിനകത്ത് നിന്ന് ഉണ്ട് തന്നെയാണ്. ഒരു കണക്കിന് അവന്മാർ ഇപ്പം മോദിയോട് താങ്ക്സ് പറയണമായിരിക്കും. കാരണം ഇല്ലെങ്കിൽ യവന്മാരും കുറെ പേജർ വാങ്ങിച്ചാലേ തിരികൊണ്ട് ഇടുന്നതിന്. അതുകൊണ്ട് മോദിയോട് താങ്ക്സ് പറയണം എന്നുള്ളതാണ്. ഇനിയിപ്പൊ ഗോതമ്പുണ്ടയിൽ വല്ലതും വെച്ചു കൊടുത്താലേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് ഈ പാകിസ്ഥാന് കൊടുത്ത മുന്നറിയിപ്പ് തന്നെയാണ്. പാകിസ്ഥാൻ അകത്ത് കയറി അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും, ഒരു മയവും കാണില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞത്. ഇന്ത്യ ഇപ്പൊ ശക്തമായിട്ടുള്ള രാജ്യമാണ്, അറിയാലോ. ഈ പാകിസ്ഥാനിൽ നമ്മള് ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച ശേഷമാണ് ഇസ്രായേൽ അത് ഉപയോഗിക്കുന്നത്. അന്ന് ആ ബോംബുകൾ അവിടെ ഇട്ടപ്പോ ഇവിടെയുള്ള രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞത് പൈൻ മരങ്ങളുടെ മുകളിലാണ് ഇട്ടത്, മരങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ആക്ച്വലി ആ ബോംബ് അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടാണ് പൊട്ടിത്തെറിക്കുക, കെട്ടിടത്തിനൊന്നും ഒന്നും സംഭവിക്കില്ല. അത് ഇപ്പൊ ഇവർക്ക് നല്ലപോലെ മനസ്സിലാവും. ബാലക്കോട്ട് 300 പേരാ മരിച്ചത്. ബാലക്കോട്ടില് പാകിസ്ഥാൻ തന്നെ പിന്നെ ആദ്യം 300 പേര് മരിച്ചു. ആദ്യം പാകിസ്ഥാൻ പറഞ്ഞില്ല, പിന്നീട് അന്നത്തെ പ്രധാനമന്ത്രി ഇവിടെ UN വന്ന് കരയുകയായിരുന്നു, ഞങ്ങളുടെ ഇത്ര ആൾക്കാർ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ജെയ്ഷെ മുഹമ്മദിന്റെ അത്രയും ഭീകരം വെച്ചു. അതിലൊരു തലവന്റെ പേരുണ്ടായിരുന്നല്ലോ സാറേ, ആ വേട്ടാവിളിന്റെ പേര് ഒരുത്തൻ ഉണ്ടായിരുന്നു, അതിന്റെ തലവനായിട്ടുള്ള ഒരുത്തൻ, ജെയ്ഷെ മുഹമ്മദ്. അതുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ആയാലും ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പ് ആയാലും നമ്മുടെ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് അടിച്ച് ഇവരെ ഇതാക്കി വരുമ്പോ ഇവര് ഒരു കംപ്ലീറ്റ് ടെററിസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തത്. അതാണ് അതിന്റെ മെയിൻ. ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിന് മസൂദ് അസറിനെ പറ്റിയായിരിക്കും ചിലപ്പോൾ ധനുഷ് പറയുന്നത്. മസൂദ് അസർ, യെസ്, കറക്റ്റ്, മസൂദ് അസർ, യെസ്, അവൻ തന്നെ. അപ്പോ ഇങ്ങനെയുള്ള ഒരു ശക്തമായിട്ടുള്ള രാജ്യമായിട്ട് ഇന്ത്യ ഉയർന്നു വരികയാണ്. ഇപ്പൊ അറിയാലോ, നമ്മൾ എക്കണോമിക്കലി ഒരു വലിയ പവറായിട്ട് ഇനി ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി തരരുത്. അങ്ങനെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. നമ്മൾ ഒരു രാജ്യത്തെയും ഉപദ്രവിക്കാതെ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഒരു സൈഡിൽ കൂടെ പോകുന്ന രാജ്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനിരുന്ന ഒരു 20,000 പേരുടെ വിസ ഇന്ത്യ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ ക്യാൻസൽ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ലോകരാജ്യങ്ങളും അവർക്ക് വിസ കൊടുക്കാതെ. കാരണം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ അത്രയ്ക്ക് തലയെടുപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. നമ്മൾ വിസ ക്യാൻസൽ ചെയ്തവന്മാർക്ക് ഒരുത്തന്മാരും വിസ കൊടുക്കാൻ പോകുന്നില്ല. കാരണം ഇത്രയും സമാധാനം കാക്ഷിക്കുന്ന നമ്മൾ തന്നെ ഉമ്മാരെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ വേറെ ഒരു രാജ്യങ്ങളും പിടിച്ചു. അപ്പൊ ആ ഒരു ലെവലിലാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഇപ്പോ താക്കീത് കൊടുത്തിരിക്കുകയാണ്. പാകിസ്ഥാന് കൃത്യമായിട്ട് പാക് അധീന കശ്മീരിന്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് ഉറപ്പായിട്ടും ഇതിൽ വലിയ വലിയ അലയൊലികൾ ഉണ്ടാകും എന്നുള്ള കാര്യം തർക്കമില്ല. അതിനുവേണ്ടി കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.